ഇത്തവണത്തെ ബിഗ് ബോസ് എയിൻ്റെ പണിയും കൊണ്ടാണ് വരുന്നത് എന്ന് പറഞ്ഞപ്പോൾ ഇത്രയ്ക്കൊന്നും പ്രേക്ഷകർ കരുതിയിട്ടുണ്ടാകില്ല. ഇപ്പോൾ പണികൾ ഓരോ ദിവസവും വന്നുകൊണ്ടിരിക്കുകയാണ്. ലൈവിൽ മറ്റൊരു പണിയുമായിട്ടാണ് ബിഗ് ബോസ് എത്തിയിരിക്കുന്നത്. വളരെ രസകരമായ രീതിയിൽ തന്നെയാണ് ഇപ്പോൾ ബിഗ് ബോസിൻ്റെ ഓരോ എപ്പിസോഡുകളും പോകുന്നത് എന്ന് പറഞ്ഞേ മതിയാകൂ. വിശദമായി പറയുകയാണെങ്കിൽ ഇന്നിപ്പോൾ അല്പസമയം മുമ്പ് മറ്റൊരു പണിയുമായിട്ടാണ് വന്നിരിക്കുന്നത് ബിഗ് ബോസ്. ആ പണി വേറൊന്നുമല്ല, ഇന്നലെ ലാലേട്ടൻ വന്നു പോയതിനു ശേഷം കുറച്ച് തുണികൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. ബിഗ് ബോസിലെ കണ്ടസ്റ്റൻസിന്റെ കഴുത്തിൽ കെട്ടാൻ വേണ്ടിയിട്ടായിരുന്നു ലാലേട്ടൻ അങ്ങനെ തുണികൾ നൽകിയത്. ഈ വിങ്സ് മുഴുവൻ സമയവും ധരിക്കണം, പ്രത്യേകിച്ചും കഴുത്തിൽ തന്നെ ധരിക്കണമെന്ന് ബിഗ് ബോസ് പ്രത്യേകമായിട്ടും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബിഗ് ബോസ് ഇടയ്ക്ക് വിങ്സ് എന്ന് പറയുമ്പോൾ ഫേസായി നിൽക്കുകയും വേണം, അതായത് സ്റ്റാച്ചു ആയി നിൽക്കണം. വിങ്സ് എന്ന് പറയുന്ന സമയത്ത് ആരുടെയെങ്കിലും ദേഹത്ത് വിങ്സ് ഇല്ല എന്നുണ്ടെങ്കിൽ പണിപ്പുരയിലേക്ക് കയറാൻ വേണ്ടി നിൽക്കുന്ന സമയത്തിൻ്റെ ഓരോ സെക്കൻഡ് വീതം കുറവാകും. മുൻപൊക്കെ ആരെങ്കിലും ഉറങ്ങിയാൽ മാത്രമാണ് ഇങ്ങനെ പണിപ്പുരയിലേക്ക് കയറുന്ന സമയത്ത് പോയിന്റുകൾ നഷ്ടമാവുക. എന്നാൽ ഇവിടെ നേരെ തിരിച്ചാണ്. ആരെങ്കിലും ബാത്റൂമിൽ പോവുകയാണെങ്കിൽ പോലും വിങ്സ് ധരിച്ചിരിക്കണം. ഇത് ബിഗ് ബോസിൻ്റെ പ്രത്യേകമായിട്ടുള്ള നിർദ്ദേശം തന്നെയാണ്. ബാത്റൂമിലേക്ക് കുളിക്കാനായാലും ഇനി അല്ല എന്താവശ്യത്തിന് പോവുകയാണെങ്കിലും വിങ്സ് ധരിച്ചിരിക്കണം. പക്ഷെ ചിലരൊക്കെ തന്നെയും ബാത്റൂമിലേക്ക് പോകുന്ന സമയത്ത് ഈ വിങ്സ് അഴിച്ചിടുന്നുണ്ട്. ഇതൊക്കെ തന്നെയും പോയിന്റുകൾ നഷ്ടമാകാനും സമയം നഷ്ടമാകാനുമുള്ള കാരണമാകുന്നുവെന്ന് അവർ ചിന്തിക്കുന്നുമില്ല. പക്ഷേ ആദില, നൂറ, ആര്യൻ എന്നിവനെയുള്ളവർക്കൊക്കെ തന്നെയും വിങ്സ് ധരിക്കേണ്ട ആവശ്യമില്ല. അവർ ധരിച്ചാലും പ്രശ്നം തന്നെയാണ്, അപ്പോഴും പോയിന്റ് കട്ടാക്കും. ബിഗ് ബോസ് നൽകിയ ബാൻഡ് ഉള്ളവർക്കാണ് ഈ പ്രത്യേക ആനുകൂല്യമുള്ളത്. എന്നാൽ ഇപ്പോൾ വിങ്സ് ധരിക്കുന്നവരൊക്കെ തന്നെയും പലയിടങ്ങളിലായിട്ടാണ് ധരിക്കുന്നത്, കഴുത്തിലും കാലിലും അരയിലുമൊക്കെ. എന്നാൽ ഇതും നിയമവിരുദ്ധം തന്നെയാണ്. അങ്ങനെ ചെയ്യുമ്പോഴും പോയിന്റുകൾ കട്ടാക്കും. കഴുത്തിൽ കെട്ടാനാണ് ബിഗ് ബോസ് പറഞ്ഞത്, അത് അങ്ങനെ തന്നെ കെട്ടണം. ബിഗ് ബോസ് നൽകിയ ഈ പണിയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ പറയാൻ മറക്കരുത്.